കനത്ത ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ UDF BJP ആര് ജയിക്കുമെന്ന ചോദ്യത്തോട് വോട്ടർമാരുടെ ആവേശകരമായ പ്രതികരണമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഭരണം തുടരുമോ മാറുമോ എന്ന ചോദ്യത്തോടും വോട്ടർമാർ പ്രതികരിക്കുന്നു. ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ടൈറ്റ് മത്സരമാണ് വരുന്നത്. ഇവിടെ ആരാതൊന്നും പറയാൻ പറ്റില്ല. സാഹചര്യങ്ങൾ ഇപ്പോൾ സുരേന്ദ്രൻ ഇവിടെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അഷ്റഫും അങ്ങനെ നല്ല, പിന്നെ മാർക്കസ് ഫെറിൻ്റെ ഇവർ കണ്ടല്ല ഫൈറ്റ്. ഇവിടെ BJP ലീഗ് ആ മത്സരം ഇവിടെ അധികം വരുന്നത്. പറയാൻ കഴിയാത്ത രീതിയിലാണോ പോരാട്ടം? കഴിയാത്ത രീതിയിലാണ്. ഇന്നലെ STPS പത്രിക പിൻവലിച്ചു. അത് എങ്ങനെ ആരാ സ്വാധീനിക്കും? അത് എങ്ങനെയായിരിക്കും? അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ AK അഷ്റഫിനെ അത് സ്വാധീനിക്കാൻ ചാൻസ്. ടൈറ്റ് ഫൈറ്റാണല്ലോ. ആര് ജയിക്കും? UDF തീർച്ചയായിട്ടും UDF. AK അഷ്റഫിൻ്റെ നല്ല ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ UDF ജയിക്കാനുള്ള 90% ഉറപ്പാണ്. വികസനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കുഴപ്പമില്ലാത്ത പോകുന്നുണ്ട് ഇവിടെ അഷ്റഫ് ഷാർ. തുടരുമോ? ഈ മഞ്ചേശ്വരം മണ്ഡലം ടൈറ്റ് ഫൈറ്റ് ആണല്ലോ. ഇവിടെ ഇത്തവണ ആര് ജയിക്കും? ഇവിടെ LDF ജയിക്കും. ഗവൺമെൻറ് LDF നെക്സ്റ്റ് LDF ഗവൺമെൻറ് വരും. ഇവിടെ സുരേന്ദ്ര ജയിക്കും. മാറും, ഭരണം മാറും. ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും മഞ്ചേശ്വരത്ത്? അതൊന്നും പറയാൻ പറ്റില്ല. ടോട്ടല് ഭരണം മാറണം, അത്ര തന്നെ. അല്ല, ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നു? നിങ്ങളെ ഒരു നിഗമനം? സുരേന്ദ്രൻ. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും? UDF BJP? അത് ഉറപ്പ് UDF ജയിക്കും. എങ്ങനെയായിരിക്കും ഭൂരിപക്ഷം നിങ്ങളൊരു കണക്കൂട്ടലിന്? ഭൂരിപക്ഷത്തിൻ്റെ പറയാൻ പറ്റില്ല, എന്നാലും നല്ല ഭൂരിപക്ഷം കിട്ടും. UDF സ്ഥാനാർത്ഥി MLA AKM നടത്തിയ വികസനങ്ങളൊക്കെ എങ്ങനെ? നല്ല വികസനമാണ് ചെയ്ത്, നല്ല പ്രവർത്തിച്ചാണ്. BJPക്ക് സാധ്യതയില്ല? BJPക്ക് സാധ്യതയില്ല, കുറവാണ് സാധ്യത. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഇതേമാതിരി, വേറെ ഒന്നുമില്ല പറയാൻ. വിജയിക്കുന്നു, പിന്നെ വേറെ ജയിക്കാതിരിക്കില്ല, അങ്ങനെയുള്ളത്. സുരേന്ദ്രൻ ആൾക്കാർ പറയും സുരേന്ദ്രന് ജയിക്കുമെന്ന്, പിന്നെ ലീഗിൻ്റെ പറയും ലീഗിൻ്റെ ജയിക്കുമെന്ന്. അങ്ങനെ ആര് ജയിക്കുന്നു ആർക്കും പറയാനില്ല. മറ്റൊന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ അറിയുമല്ലാതെ എനിക്ക് അതിനായിട്ട് പിന്നെ എന്ത് പറയാൻ പറ്റില്ല. വിലയിരുത്തില്ല പറയുന്നു. ഇപ്പോൾ സുരേന്ദ്രൻ ജയിക്കുന്നെന്ന് പറയുന്നു, അറിവില്ല. മറ്റേന്ന് അതേ വോട്ട് കഴിഞ്ഞ പാടേ അറിവില്ലാതെ അതിനൊരു മുന്നേ നമ്മൾ ഇപ്പോൾ പറഞ്ഞെങ്കിൽ അത് ജയിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് ആയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല. അങ്ങനെ അത് നിശ്ചയം പറയുന്നതാണല്ലേ. ജയിക്കണമെന്നുണ്ട്, അത്രേ. സുരേന്ദ്രൻ തന്നെ ജയിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാർ നോക്കണം. കഴിഞ്ഞ പാട് കുറച്ച് വോട്ടുകല്ലേ ഇതായത്. അങ്ങനെ ഈ പാട് സുരേന്ദ്രനെ ജയിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് മഞ്ചേശ്വരം നോക്കണം. ഇവിടെ UDF ആയിരിക്കും. അവർ പോക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, പിന്നെ അറിയില്ല. ചിലപ്പോൾ BJP ആയിരിക്കും, നമുക്കറിയില്ലല്ലേ. മനുഷ്യൻ പറയും എങ്ങനെ തിരിയുന്നതെന്ന് പറയുന്നത്. അത് ശരി, അതിനിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിലും ഇപ്രാവശ്യം അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ കണക്ക്. പക്ഷേ അത് വോട്ടന്തത്തിലുള്ള പ്രവർത്തനം അത്ര സുഖകരമായി തോന്നിയിട്ടില്ല. എങ്കിലും മൊത്തത്തിൽ അതൊരു നല്ലൊരു മാറ്റം ഉണ്ടാവും സ്റ്റേറ്റിൽ. സംസ്ഥാനത്ത് ഭരണം മാറും. ഭരണം അതപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയാൻ കഴിയുന്നില്ല. മിക്കവാറും LDF വരില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ അതിപ്പോൾ ഞാൻ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. പിന്നെ സുരേന്ദ്രനെ മുമ്പേ എനിക്കറിയാം, വളരെ കേട്ടിട്ടുണ്ട്, മിനിയാന്ന് ഞാൻ കണ്ടിരുന്നു. എങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഇപ്പം ആരെയും നമുക്ക് പറയാനൊന്നുമില്ല. അത് ഇപ്പം അല്ലെങ്കിൽ കുറേ ആളെല്ലാം ഉണ്ടല്ലേ ഫൈറ്റ് ആയിക്കൊണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളെങ്ങനെ പറയുന്നു ആരെയും കേട്ടൊന്നും. എന്നാലും നമുക്കിപ്പോൾ നമ്മളെ ഒരു ചേഞ്ച് ആവണമെന്ന് നമ്മളെ ആഗ്രഹം അല്ല. ഒരേ ഇതാൾ വന്നാലുണ്ടല്ലേ, നമുക്കൊരു ചേഞ്ചസ് വരണമല്ലേ. ചേഞ്ചസ് വന്നാൽ അവർ പിന്നെ എങ്ങനെ ചെയ്യുന്നു അത് നോക്കാനുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ബാനൊന്നും പറയാനാവില്ല. ഭരണം മാറണം. ഭരണം മാറും ഞാൻ പറയുന്നില്ല. അത് ഭരണം മാറണമെന്ന് പറയും. ഇവിടെ ഇതെല്ലാം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എതിരെ ഒന്ന് പറയൂ,
പിന്നെ അവർ ഉള്ളിന്നുള്ളിൽ വേറെ കളി കളിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? ഓരോ തട്ടിപ്പ് കളി നമുക്കൊന്നും പറയാനില്ല. നമ്മളും ചെല്ലെങ്കിൽ എങ്ങനെ ചില ആളുണ്ടല്ലോ നേരെ ഇടും, പോയിട്ടിടും. ചില ഓരോ അങ്ങനെയല്ല, ഓരോ ലാസ്റ്റിൻ്റെ ടൈമിൽ ഓരോ എല്ലാം ഒന്നായിട്ട് ഒറ്റനെ ഇടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് ഒരേ ആളല്ലേ വരുന്നത്. അങ്ങനെ ആ കളിയാണ് നടക്കുന്നത്.